ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കലാരൂപങ്ങളുമായിട്ടുമാണ്. അതായത് സാഹിത്യം, കല, സാംസ്കാരിക മേഖല എന്നിവയിൽ നിന്ന് നമുക്ക് എപ്പോഴും PSCയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ മാർക്ക് കുറവാണെങ്കിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കലകളെക്കുറിച്ച് പഠിക്കണം, അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കണം, കലാസ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കണം, അതുപോലെ കലാകാരന്മാരെക്കുറിച്ച് നമ്മളിതിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കഥകളി എന്ന കലാരൂപത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ കഥകളി എന്നത് എന്താണ്? കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത്. കഥകളിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? രാമനാട്ടത്തിൽ നിന്നാണ് കഥകളിയുടെ ഉത്ഭവം. വെട്ടത്ത് രാജാവ്, അതുപോലെ കോട്ടയം രാജാവ്, കല്ലടിക്കോട് ചാത്തുപ്പണിക്കർ, കപ്ലിങ്ങാട് നമ്പൂതിരി എന്നിവരൊക്കെ കൊണ്ടുവന്ന സമ്പ്രദായങ്ങളാണ് ഈ പരിഷ്കരണ ശ്രമങ്ങളിൽ പെടുന്നതാണ് ഈ കഥകളിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. കഥകളി പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? കഥകളി പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് വെട്ടത്ത് സമ്പ്രദായം എന്നാണ്. നമ്മൾ വെട്ടത്ത് രാജാവിന് പറഞ്ഞല്ലേ, അതുപോലെ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കരണങ്ങളെ കുറിച്ച് പറഞ്ഞല്ലേ. അപ്പോൾ വെട്ടത്ത് സമ്പ്രദായം എന്നാണ് കഥകളി പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ കഥകളിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? രാമനാട്ടത്തിൽ നിന്നാണ്. കഥകളിയുടെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ആരാണ്? കോട്ടയത്ത് തമ്പുരാനാണ്. കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കോട്ടയത്ത് തമ്പുരാനാണ്. അതുപോലെ തന്നെ ഈ കഥകളിയുടെ ഉത്ഭവത്തിന് കുറേ കലകൾ ഇതുപോലെ സ്വാധീനിച്ചിട്ടുണ്ട്. കൂത്തും കൂടിയാട്ടവും, അതുപോലെ ശാസ്ത്രകളി, അഷ്ടപതിയാട്ടം, മോഹിനിയാട്ടം, തെയ്യം, തിറ, പടയണി, കോലംതുള്ളൽ തുടങ്ങിയവയെല്ലാം കഥകളിയുടെ ഉത്ഭവത്തെ വളരെയേറെ സ്വാധീനിച്ച കലാരൂപങ്ങൾ കൂടിയാണ്. ഈ കഥകളി അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? കഥകളി അടിസ്ഥാനമാക്കിയത് എന്തിനൊക്കെയാണെന്ന് പറഞ്ഞാൽ ആംഗികം, വാചികം, ആഹാര്യം, സ്വാതികം എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് കഥകളി എന്ന് പറയുന്നത്. ഈ ഗായകര് ആലാപനം ചെയ്യുമല്ലോ, അതിനനുസൃതമായി ഹസ്തമുദ്രകൾക്ക് പ്രാധാന്യമുള്ള ആംഗികാഭിനയവും മുഖഭാവ അഭിനയവും മുഖേനയാണ് കഥകളി അവതരിപ്പിക്കുന്നത്. അപ്പോൾ കഥകളിയിൽ നമ്മൾ പ്രധാന വേഷങ്ങൾ ഏതൊക്കെയാണ്? പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവയൊക്കെയാണ് കഥകളിയുടെ പ്രധാന വേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത്. കലകളുടെ രാജാവ്, ടോട്ടൽ തിയേറ്റർ എന്നെല്ലാം അറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? കഥകളിയാണ്. അതുപോലെ കഥകളിയുടെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ആരാണ്? കോട്ടയത്ത് തമ്പുരാനാണ്. അതുപോലെ കഥകളിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? രാമനാട്ടത്തിൽ നിന്നാണ്. അതുപോലെ കഥകളിയെ സ്വാധീനിച്ച കുറേ കലകളെ കുറിച്ച് ചോദിച്ചു പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പറയാം? കൂത്തും കൂടിയാട്ടവും, മോഹിനിയാട്ടം, തെയ്യം, തിറ എന്നിവയുടെ എല്ലാ സ്വാധീനം എന്തിലേക്ക് നയിച്ചിട്ടുണ്ട്? കഥകളിയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ ഈ കഥകളിയിൽ വന്ന പരിഷ്കാരങ്ങൾക്ക് ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്? വെട്ടത്ത് രാജാവ്, വെട്ടത്ത് സമ്പ്രദായം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. മുൻപ് കഥകളി അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വെട്ടത്ത് സമ്പ്രദായം എന്നാണ്. ഇപ്പോൾ വെട്ടത്ത് രാജാവ്, കോട്ടയം രാജാവ്, കല്ലടിക്കോട് ചാത്തുപ്പണിക്കർ, കപ്ലിങ്ങാട് നമ്പൂതിരി ഇവരെല്ലാം ഈ കഥകളിയുടെ രൂപീകരണത്തിന് സഹായിച്ചിട്ടുള്ളവരാണ്. മറ്റു ഭാരതീയ നൃത്തരൂപങ്ങളെ പോലെ തന്നെ കഥകളിയുടെ അടിസ്ഥാനവും ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ നിന്ന് തന്നെയാണ്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. അപ്പോൾ ആട്ടക്കഥ എന്ന് പറയുന്നത് എന്താണ്? കഥകളിയുടെ സാഹിത്യ രൂപമാണ്. കഥകളിയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞ രാമനാട്ടത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു. വെട്ടത്ത് സമ്പ്രദായം എന്ന് കഥകളി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നു. 24 മുദ്രകളാണ് കഥകളിയിൽ ഉപയോഗിക്കുന്നത്. എത്ര മുദ്രകളാണ് കഥകളിയിൽ ഉപയോഗിക്കുന്നത്? 24 മുദ്രകളാണ്. 1930 വള്ളത്തോളിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം ആരംഭിച്ചതും ഈ കഥകളിയുടെ പ്രചാരത്തിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഥകളി വേഷങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ. ഏതൊക്കെയാണ് വേഷങ്ങൾ എന്നാ പറഞ്ഞത്? പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവയാണ് കഥകളിയിലെ പ്രധാന വേഷങ്ങൾ എന്ന് പറഞ്ഞു അല്ലേ. അത് ആരൊക്കെയാണ്, എന്തിനേക്ക് സൂചിപ്പിക്കുന്നതാണ് എന്നുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ കഥകളിയിലെ ആദ്യത്തെ വേഷം നമ്മൾ ഏതാ പറഞ്ഞ? പച്ച എന്നല്ലേ. കഥകളിയിലെ ആദ്യത്തെ വേഷമാണ് പച്ച എന്ന് പറയുന്നത്. സ്വാതിക ദേവന്മാരെയും മുനിമാരെയും കുലീന കഥാപാത്രങ്ങളെയും ചിത്രീകരിക്കുന്ന വേഷമാണ് പച്ച എന്ന് പറയുന്നത്. ഉദാഹരണം ശിവനും കൃഷ്ണനും രാമനും അർജുനനും ഒക്കെ എന്താണ്? നല്ല കഥാപാത്രങ്ങൾ പെടുന്നതാണല്ലേ. അപ്പോൾ പച്ച എന്ന് പറയുന്നത് എന്താണ്? നല്ല കഥാപാത്രങ്ങളിലെ പെടുന്നതാണ് എന്ന് പറയാം. അപ്പോൾ അവരുടെ നിറത്തിൽ, അവരുടെ വേഷത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന നിറം ഏതായിരിക്കുക? പച്ച നിറമായിരിക്കുക അല്ലെ. അടുത്തത് കത്തി. കത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിനായകന്മാർ, അതായത് ദുഷ്ട കഥാപാത്രങ്ങളെ ചിത്രീകരിക്കുന്നതാണ്
കത്തി എന്ന് പറയുന്നത് രാവണനേക്ക് ഒരു ഉദാഹരണമാണ്. നമുക്കറിയാലേ, ഇപ്പൊ നമ്മള് നല്ലവരെ പറഞ്ഞപ്പോൾ ശിവൻ, കൃഷ്ണൻ, രാമൻ, അർജുനൻ എന്നൊക്കെ പറഞ്ഞല്ലേ, അതുപോലെ ദുഷ്ട കഥാപാത്രങ്ങളെ പറയുന്നതാണ് കത്തി എന്ന് പറയുന്നത്. താടിയിൽ 3 തരം താടിയുണ്ട്. അടുത്തതാണ് താടി. 3 താടിയുണ്ട്. ഏതൊക്കെയാണ്? വെളുത്ത താടി, ചുവന്ന താടി, കറുത്ത താടി എന്നിവയാണ്. അതില് ചുവന്ന താടി എന്താ പറയുന്നത്? ദുഷ്ട സ്വഭാവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭഗനും ബകാസുരനും ഒക്കെ ഈ ചുവന്ന താടി ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി വെളുത്ത താടി എന്താണ് പറയുന്നത്? വെളുത്ത താടി പൊതുവെ പറയുന്നത് ഹനുമാനെ ആണ് ഉപയോഗിക്കുക. അത് ചെയ്യുന്ന നടൻ കുരങ്ങിന്റെ വേഷം ധരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ചെയ്യുന്ന അവതാരകൻ എന്ത് വേഷമാണ് ധരിക്കുന്നത്? കുരങ്ങിന്റെ വേഷമാണ് ധരിക്കുന്നത്. അടുത്തത് കറുത്ത താടി. കറുത്ത താടി എങ്ങനെയാണ്? ദുഷ്ട സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ വേടന്മാരെയും നായാട്ടുകാരന്മാരായ കഥാപാത്രങ്ങളെയെല്ലാം സൂചിപ്പിക്കുന്നത് ഈ കറുത്ത താടിയാണ്. അടുത്തത് കരി. കരി എന്ന് പറയുന്നത് വേട്ടക്കാരനെയും അതുപോലെ വനവാസികളെയൊക്കെ സൂചിപ്പിക്കുന്നതിനാണ് കഥകളിയിൽ എന്തുപയോഗിക്കുന്നത്? കരി എന്നത് ഉപയോഗിക്കുന്നത്. അതിൽ മുഖത്തെഴുത്തിന് കറുത്ത അടിത്തറയായിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അടുത്തത് മിനുക്ക്. മിനുക്ക് പറഞ്ഞതാണ് സുന്ദരികളായ സ്ത്രീകളും ബ്രാഹ്മണരും സന്യാസികൾക്കും ഉപയോഗിക്കുന്നതാണ് ഈ മിനുക്ക് വേഷം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നതാണ് സീതയും പാഞ്ചാലിയും എല്ലാം ഒരു ഉദാഹരണങ്ങളാണ്. ഈ കഥകളിയിലെ പ്രധാന ചടങ്ങുകൾ ഏതൊക്കെയാണ്? കഥകളിയിലെ പ്രധാന ചടങ്ങുകളാണ് കേളികൊട്ട്, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപദം, കഥാഭിനയം, ധനാശി തുടങ്ങിയവയൊക്കെ. അപ്പോൾ പുറപ്പാട് എന്ന് പറയുന്നതാണ് കഥകളിയുടെ എന്ന് പറയുന്നത് തുടക്കം എന്ന് പറയുന്നത്. ധനാശി എന്ന് പറയുന്നത് കഥകളിയിലെ അവസാന ചടങ്ങാണ്. ധനാശി എന്ന് പറയുന്നത് ഈ കഥകളി തുടങ്ങുന്നത് എങ്ങനെയാണ്? കേളികൊട്ടയോടെയാണ്. ഈ പുറപ്പാട് എന്ന് പറയുമ്പോൾ അതിലേക്ക് ആരാണ് വരുന്നത്? നായകനും നായികയും അരങ്ങത്തേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ പുറപ്പാട് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കേളികൊട്ട്. കേളികൊട്ട് എന്ന് പറയുന്നത് കഥകളി ആരംഭിക്കുന്നതിലേക്ക് കാണികളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേളികൊട്ട് നടത്തുന്നത്. ചെണ്ട, മദ്ദളം, ഇലത്താളം, ചേങ്ങില എന്നിവ ചേർന്നിട്ടുള്ള വാദ്യഘോഷമായിരിക്കും ഈ ഏതിലുള്ളത്? കേളികൊട്ടിലുണ്ടാവുക. അതിനുശേഷം വരുന്നത് എന്താണ്? അരങ്ങുകേളി എന്ന് പറയും. പഴയ രീതിയിലൊക്കെ വിളക്ക് വെപ്പിന് ശേഷം നടത്തുന്ന ഒരു ചടങ്ങാണ് അരങ്ങുകേളി എന്ന് പറയുന്നത്. ഇതിന് കേളിക്കൈ എന്നും അറിയപ്പെടുന്നു. ഈ ചടങ്ങിന്റെ അവസാനമാകുമ്പോൾ രംഗം എന്ത് ചെയ്യും? തിരശീല കൊണ്ട് മറയ്ക്കപ്പെടുന്നു. ആട്ടം ആരംഭിക്കുന്നു എന്നതിന്റെ സൂചനയാണ് അരങ്ങുകേളി എന്ന് പറയുന്നത്. തോടയം എന്ന് പറയുന്നത് എന്താണ്? ഈ ചെണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ കേളികൊട്ടില് ചെണ്ട, മദ്ദളം, ഇലത്താളം, ചേങ്ങില ഉപയോഗിക്കുന്നു പറഞ്ഞല്ലേ. തോടയത്തിൽ എന്ത് ചെയ്യും? ചെണ്ട ഒഴികെയുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേഷം ധരിച്ച 2 കുട്ടിത്തരക്കാർ സ്തുതിപാദം പാടുന്നതിനൊപ്പം തിരശീലക്കുള്ളിൽ നിന്ന് നൃത്തം ചെയ്യുന്ന ചടങ്ങാണ് തോടയം എന്ന് പറയുന്നത്. ശുദ്ധ മദ്ദളം അവസാനിക്കാറാകുമ്പോൾ തിരശീല അരങ്ങിനു മുമ്പിൽ നിവർത്തിപ്പിടിച്ചിരിക്കും. അതിനുള്ളിൽ നടക്കുന്ന ഈശ്വര പൂജാപരമായ ഒരു ചടങ്ങാണ് ഈ തോടയം എന്ന് പറയുന്നത്. അതിനുശേഷമുള്ളതാണ് വന്ദന ശ്ലോകം. തോടയത്തിന് ശേഷം പാട്ടുകൾ വന്ദന ശ്ലോകത്തിൽ ആരംഭിക്കുന്നതിനാണ് പാട്ടുകാർ വന്ദന ശ്ലോകങ്ങൾ ആലപിക്കുന്ന ചടങ്ങാണ് വന്ദന ശ്ലോകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പുറപ്പാട് എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. പുറപ്പാട് എന്ന് പറഞ്ഞാൽ എന്താണ്? നായകനും നായികയും അരങ്ങിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങാണ് ഈ പുറപ്പാട് എന്ന് പറയുന്നത്. മേളപദം എന്ന് പറയുന്നത് എന്താണ്? കഥ തുടങ്ങുന്നതിന് മുമ്പ് അഷ്ടപദ ഗീതമായ മഞ്ജുതര കുഞ്ചലത പാടുന്ന ചടങ്ങാണ് മേളപദം എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നതാണ് കഥാഭിനയം. അതിനുശേഷം ധനാശി എന്നിവയാണ്. കഥകളിയിലെ അവസാന ചടങ്ങാണ് ധനാശി എന്ന് പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എന്താണ് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കേളികൊട്ടോടെയാണ്. കഥകളി ആരംഭിക്കുന്നത് ഏത് ചടങ്ങോടെയാണെന്ന് ചോദിച്ചാൽ അത് കേളികൊട്ടോടെയാണ്. അതുപോലെ നായകനും നായികയും വരുന്ന ചടങ്ങ്, കഥകളി ആരംഭിച്ച് അവർ അരങ്ങിലേക്ക് കയറുന്ന ചടങ്ങ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പുറപ്പാടാണ്. അവസാന ചടങ്ങ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ധനാശിയാണ്. അതുപോലെ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ചേങ്ങില, ഇലത്താളം, ശംഖ് എന്നിവയാണ് കഥകളിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണെന്ന് ചോദിച്ചാൽ അത് സോപാന സംഗീതം ശൈലിയിലുള്ള സംഗീതങ്ങളാണ് കഥകളിക്ക് ഉപയോഗിക്കുന്നത്. കഥകളി പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ 6 മുതൽ 8 മണിക്കൂർ വരെ സമയം വേണ്ടിവരും. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ കഥകളിയിലെ പ്രധാന സമ്പ്രദായങ്ങൾ നേരത്തെ പറഞ്ഞതിൽ പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ.
കല്ലുവഴി സമ്പ്രദായം, കപ്ലിങ്ങാട് സമ്പ്രദായം, വെട്ടത്ത് സമ്പ്രദായം എന്നിവയെല്ലാം കഥകളിയിലെ പ്രധാന സമ്പ്രദായങ്ങളാണ്. കഥകളിക്ക് ഇതിവൃത്തമായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മഹാഭാരതം, ഭാഗവത പുരാണം, രാമായണം എന്നിവയാണ് കഥകളിക്ക് പ്രധാനമായി ഉപയോഗിക്കുന്ന ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഇതിഹാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രമേയങ്ങൾക്കൊപ്പം തന്നെ നൃത്തവും സംഗീതവും അഭിനയവും എന്നിവയുടെയൊക്കെ സമന്വയവും കൂടിയാണ് കഥകളി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഥകളിയിൽ 24 മുദ്രകളാണുള്ളത് അല്ലെ. കഥകളിയിൽ 24 മുദ്രകളാണുള്ളത്. ഈ കഥകളിയിൽ ഉപയോഗിക്കുന്ന ഹസ്ത മുദ്രകൾക്ക് അടിസ്ഥാനം എന്ന് പറയുന്ന ഹസ്തലക്ഷണ ദീപിക എന്ന പുരാണ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം രചിച്ചത് കടത്തനാട് ഉദയവർമ്മ തമ്പുരാനാണ്. ആരാണ്? കടത്തനാട് ഉദയവർമ്മ തമ്പുരാനാണ്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് നമ്മൾ ആട്ടക്കഥ എന്ന് പറഞ്ഞു ആദ്യം അല്ലേ. അതുപോലെ കല്യാണ സൗഗന്ധികം, നളചരിതം, ബാലീവധം, ഉത്തരാ സ്വയംവരം, സന്താന ഗോപാലം തുടങ്ങിയവയാണ് പ്രധാന ആട്ടക്കഥകൾ. കലാമണ്ഡലം രാമൻകുട്ടി നായർ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, മടവൂർ വാസുദേവൻ നായർ, മാങ്കൊമ്പ് ശിവശങ്കരപിള്ള, കലാമണ്ഡലം പത്മനാഭൻ നായർ, കോട്ടയ്ക്കൽ ശിവരാമൻ, കലാമണ്ഡലം ഗോപി, മാങ്കുളം വിഷ്ണു നമ്പൂതിരി തുടങ്ങിയവരൊക്കെ പ്രമുഖ കഥകളി കലാകാരന്മാരാണ്. അതുപോലെ കഥകളിയിലെ ഗായകനാണ് കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശനും അതുപോലെ കലാമണ്ഡലം ഹൈദരലി എന്നിവരും. കഥകളിയിലെ ചെണ്ട അതിൽ വരുന്നവരാണ് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ എന്ന് പറയുന്നത്. മദ്ദളത്തില് അപ്പുക്കുട്ടി പൊതുവാളും ചെണ്ട മദ്ദളം എന്നിവയിലെല്ലാം കഥകളി സംഗീതത്തിലെ പ്രാഗൽഭ്യരാണ്. നമ്മൾ പറഞ്ഞു ആട്ടക്കഥയാണ് സംഗീതത്തിലെ കഥകളിയിലെ സാഹിത്യ രൂപം എന്ന് പറഞ്ഞു അല്ലെ. ഉണ്ണായി വാര്യർ, കാർത്തിക തിരുനാൾ രാമവർമ്മ, അശ്വതി തിരുനാൾ, ഇരയിമ്മൻ തമ്പി, കോട്ടയം തമ്പുരാൻ തുടങ്ങി ഒട്ടേറെ പേര് ആട്ടക്കഥാ സാഹിത്യത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ളവരാണ്. എങ്ങനെയാണ് കഥകളിയുടെ പ്രചാരം വർദ്ധിപ്പിച്ചത് എന്ന് ചോദിച്ചു പറഞ്ഞാൽ വള്ളത്തോളിന്റെയും മുകുന്ദരാജയുടെയും നേതൃത്വത്തിൽ സ്ഥാപിച്ച കേരള കലാമണ്ഡലത്തിലൂടെയാണ്. നമ്മൾ പറഞ്ഞ കലാമണ്ഡലം സ്ഥാപിച്ചപ്പോഴാണ് 1930 പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പറഞ്ഞത് പ്രധാനമായിട്ട് ഒരു കലാരൂപത്തെക്കുറിച്ച് മാത്രമാണ്, കഥകളെക്കുറിച്ച് മാത്രമാണ്. ഫസ്റ്റത്തെ നമ്മൾ കലയിൽ നിന്നുള്ള ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് തുടക്കം എന്ന നിലയിൽ കഥകളെക്കുറിച്ച് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് ഒന്ന് രണ്ട് കലാരൂപങ്ങൾ നോക്കി പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.